ഈ സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയ സീരിയലായ പവിത്രം സീരിയലിന്റെ പുതിയ ഫസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ. ഈ സീരിയലിന്റെ കഥയെന്ന് വെച്ചാൽ വേദയുടെയും വിക്രമിന്റെയും കഥയാ. വേദ ഒരു അതിസമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു ജഡ്ജിയുടെ മകളാണ്. വിക്രമാണെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിൽ ഒരു അധ്യാപകന്റെ മകനാട്ടോ. വിക്രമാണെങ്കിൽ ഭയങ്കര ഗുണ്ട കൂടിയാണ്. വേദയാണെങ്കിൽ കുഞ്ഞിലെ മുതലേ മുത്തശ്ശിയുടെ കഥകളൊക്കെ കേട്ട് വളർന്ന ഒരു സാധാരണ ഒരു കുട്ടിയുടെ മനസ്സ് എങ്ങനെയാ അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരു കുട്ടിയാട്ടോ. അത് മാത്രമല്ല താലിയുടെ മാഹാത്മ്യവും അതിന്റെ പരിശുദ്ധിയൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സാധാരണ ഒരു കുട്ടിയുടെ മനസ്സാട്ടോ. അങ്ങനെ മുത്തശ്ശിയുടെ കഥകളൊക്കെ കേട്ട് വളർന്ന ഒരു കുട്ടിയാ വേദ. അങ്ങനെ ക്ഷേത്രത്തിൽ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുകയാട്ടോ വേദ. അപ്പത്തേന് നമ്മുടെ പണ്ട് മുത്തശ്ശി പറഞ്ഞ കഥകളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ശിവന്റെയും പാർവതിയുടെയും അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠിച്ച ശിവന്റെയും പാർവതിയും തിരിഞ്ഞിരിക്കുന്ന ആ പ്രതിഷ്ഠയെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വേദ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞ കഥകൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ശിവനും പാർവതിയും പരസ്പരം ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ശിവനോട് പാർവതി പിണങ്ങി പോവുകയും അങ്ങനെ പാർവതിക്ക് വേണ്ടിയിട്ട് ശിവൻ കാത്തിരുന്നതും അവസാനം പാർവതി പോയി ശിവനോട് മിണ്ടുന്നതും അത് നമ്മുടെ വൃശ്ചികം തുലാമാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച ദിവസമാണെന്നും ആ ദിവസം താലി പൂജിച്ച് കല്യാണം കഴിക്കുന്നവർ 7 ജന്മവും ഒരുമിച്ച് ഉണ്ടാവും എന്നാണ് സങ്കല്പം എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ വേദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി വന്ന് വേദയെ വിളിക്കുന്നുണ്ട്. അപ്പം മോള് എന്താ ഇവിടെ നിൽക്കുന്നത്, നട തുറക്കാൻ സമയം പോവാന്ന് പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, മുത്തശ്ശി പറഞ്ഞ കഥകളൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ മുത്തശ്ശി ഇപ്പൊ ഉള്ളവരൊക്കെ ചെറിയൊരു പിണക്കം വരുമ്പോ തന്നെ ഡൈവേഴ്സ് ഒക്കെ ആവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അതിന്റെ താലിയുടെ മഹത്വം ഒന്നും തിരിച്ചറിയാത്തവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്നൊക്കെ പറയുക. പിന്നെ ആൽമരത്തിന്റെ ഇലയുടെ ആകൃതിയാണല്ലോ നമ്മുടെ താലിയുടെ ആകൃതി. അത് മാത്രമല്ല ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ചേർന്നതാണ് താലി എന്നൊക്കെ പറഞ്ഞിട്ട് താലിയുടെ മഹത്വം നമ്മുടെ വേദയെ ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ മുത്തശ്ശി. അങ്ങനെ പൂജാരി പറയുന്നുണ്ട്, മറ്റന്നാ കല്യാണ നിശ്ചയമല്ലേ, ജഡ്ജിയുടെ മകളല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നാളെ തന്നെ താലി പൂജിക്കാനായിട്ട് കൊണ്ടുവരണം. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു വർഷം കൂടെ കാത്തിരിക്കേണ്ടി വരും. നാളെ വൃശ്ചിക മാസത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച ദിവസമല്ലേ, അന്ന് കല്യാണം കഴിക്കുന്നവരുടെ മഹത്വത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് പറയുന്നുണ്ട്, ആൺവീട്ടുകാർ വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയുടെ വീട്ടിലാണെങ്കിൽ കല്യാണ നിശ്ചയത്തിന്റെ ആഘോഷങ്ങളൊക്കെ നടക്കുക. വേദയുടെ അമ്മ അച്ഛനോട് പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് പോകേണ്ട ആവശ്യമുണ്ടോ, മോളുടെ ചടങ്ങ് നടക്കുവല്ലേ എന്നൊക്കെ പറയുക. എന്തായാലും ശ്രീകാന്തിനോടെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, ഞാൻ നിനക്ക് നിശ്ചയത്തിന്റെ അന്നും കല്യാണത്തിന്റെ അന്നും ഞാൻ അവിടെ കൂടെ തന്നെ കാണും എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മോളുടെ എന്താവശ്യത്തിനാണ് കൂടെ ഉണ്ടായിട്ടുള്ളത്, പക്ഷെ മോളാണെങ്കിലും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുക. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, ഒരുക്കങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, മണ്ഡപത്തിന്റെ ഒരുക്കങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ വരാൻ പോവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ എത്തിയില്ല എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മണ്ഡപത്തിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയിലെ ഡ്രൈവറെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് എത്തോ എന്ന് പറയുക. അങ്ങനെ പറയുന്ന സമയത്ത് ഒരു കാറുകൊണ്ട് ഒരു കുറെ ഗുണ്ടകൾ വന്നിട്ട് അയാളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഈ വണ്ടി എന്റെ കയ്യിലിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അയാളെ ഓട്ടിച്ചു വിടുക. നേരെ അയാൾ വിക്രമിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, വിക്രം എന്റെ വണ്ടിയും കൊണ്ട് അയാൾ പോകുമെന്ന് പറയുക. അങ്ങനെ വിക്രം പോയിട്ട് ആ ഗുണ്ടേനെ അടിച്ച് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ബസ്സിൽ കയറി ഗുണ്ടേനെ അടിച്ച് കുത്താനായിട്ട് പോകുന്ന സമയത്ത് വിക്രമിന്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. വിക്രമിന്റെ അച്ഛൻ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ പുറത്തിട്ട് ആ ഗുണ്ടേനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഭരിക്കാൻ പോകുന്നത് ശ്രീനിവാസ സാറാണ്, അതുകൊണ്ട് സാർ തന്ന വണ്ടിയുടെ താക്കോൽ എടുക്കാൻ നീ ഒരു ജന്മം ജനിക്കേണ്ടി വരും, അത്രയ്ക്കുള്ള ധൈര്യം നിനക്കുണ്ടോ, നീ വൃത്തികെട്ട സ്വഭാവം കൊണ്ട് നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ പറഞ്ഞിട്ട് വിക്രമിന്റെ അച്ഛനെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പോവാ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ബസ്സിലിരിക്കുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ആള് വിക്രമിന്റെ അച്ഛനോട് പറയുന്നുണ്ട്, എല്ലാ കുട്ടികളെയും പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയ മാഷിന് ഇങ്ങനെ ഒരു മകനായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര വിഷമത്തിലിരിക്കുക കേട്ടോ വിക്രമിന്റെ അച്ഛൻ. എന്നിട്ടാണെങ്കിലും
മണ്ഡപത്തിലേക്ക് ആ സാധനങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ കല്യാണത്തിന്റെ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ മാറ്റി ആൾക്ക് കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇനി അങ്ങനെയൊന്നും ആവർത്തിക്കില്ല എന്ന് പറയുക കേട്ടോ. എന്നിട്ട് നമ്മുടെ വിക്രമിന്റെ ബൈക്കിൽ കയറി പോകുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഒരു കല്യാണത്തിന് ഇത്രയും ചെലവാക്കി ഒരു കല്യാണത്തിന് ഇത്രയും ചെലവാക്കിയ കാശിന് 100 പേരുടെ കല്യാണം നടത്താമെന്ന് വിക്രം പറഞ്ഞിട്ട് ഇങ്ങനെ അവര് ബൈക്കിൽ ഇങ്ങനെ പോവാട്ടോ. പോയതിനു ശേഷമാണെങ്കിൽ അവിടെ ആണെങ്കിൽ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ നടക്കുവാട്ടോ. വേദയുടെ കല്യാണ നിശ്ചയത്തിന്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ കല്യാണ പയ്യനാണെങ്കിൽ നമ്മുടെ വേദയോട് സംസാരിക്കുന്നുണ്ട്. വേദയോട് പറയുന്നുണ്ട്, കല്യാണം ഇതുവരെ ആയ ശേഷം ഞാൻ എത്ര നാളുകൊണ്ട് തന്നോട് ഒരു 3 വാക്ക് ഞാൻ പറയാൻ പറഞ്ഞു, ഐ ലവ് യു എന്ന്. അത് താൻ എന്തുകൊണ്ട് എന്നോട് പറയാത്തേന്ന് പറയുമ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, അത് അത് എനിക്കിപ്പോ ദർശൻ എന്നാണ് അയാളുടെ പേര്. ദർശനെ എനിക്കിപ്പോ ഒരു ഫ്രണ്ടായിട്ടാണ് ഞാനിപ്പോ കാണുന്നത്. എന്റെ കഴുത്തിൽ താലി വീണതിന് ശേഷം ഞാൻ അതൊക്കെ പറയാമെന്നൊക്കെ പറയുക കേട്ടോ. ശരി, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഡാൻസും പാട്ടും ഒക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ. വേദയുടെ കല്യാണ നിശ്ചയത്തിന്റെ മഞ്ഞളൊക്കെ തേച്ചത് കൊടുക്കുന്നുണ്ട് വേദയ്ക്ക്. അങ്ങനെ ഭയങ്കര ആഘോഷമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ വിക്രമിന്റെ അച്ഛന് കൃഷിപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം വിക്രമിന്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, രാവിലെ ഇത്രയും നേരമായല്ലോ, വാ കാപ്പി കുടിക്കാന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. അപ്പൊ പറയുന്നുണ്ട്, ഇത് പിന്നെ ഇത്ര തീർത്തിട്ട് വരാം, ഇത് പിന്നെ വേറെ ആരെങ്കിലും വന്ന് ചെയ്യുമോ? നിന്റെ മൂത്ത മോനുണ്ടല്ലോ, പള്ളിയുറക്കം കഴിഞ്ഞിട്ട് ഇപ്പോൾ എഴുന്നേറ്റ് കാണത്തില്ല എന്ന് പറയുക കേട്ടോ. അവനാണെങ്കിൽ ജോലിക്കും പോകണ്ട, 24 മണിക്കൂറും വീട്ടിൽ തന്നെയല്ലോ, ജോലിക്ക് പോകത്തില്ല, തിന്നുക കിടക്കുക, ഇത് തന്നെയല്ലോ അവന്റെ ജോലി എന്ന് പറയുക. എന്നിട്ട് മൂത്ത മോനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഭാര്യ പറയുന്നുണ്ട്, വിശ്വേട്ടാ, എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയുടെ കല്യാണം, എനിക്ക് കാശ് വേണമെന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രണ്ടാമത്തെ മോന്റെ കാര്യം അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. രണ്ടാമതൊരു മോനുണ്ട്, അവനാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അത് ഇതെന്ന് പറഞ്ഞ് നടക്കുക. അവന് കാശിന്റെ കണക്ക് പറയുന്നുണ്ട്. എന്നിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു കാശ് പോലും അവൻ ഇതുവരെ ചെലവാക്കിയിട്ടില്ല എന്ന് പറയുക. എന്നിട്ടാണെങ്കിൽ രണ്ടാമത്തെ മോനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഭാര്യ വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു വള വാങ്ങി തരാനൊക്കെ പറയുക. അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് വീടും, നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടും വസ്തുവൊക്കെ വാങ്ങിച്ച് അങ്ങോട്ട് മാറാൻ എത്ര കാലം ഇവിടെ താമസിക്കുന്നത്, ഇപ്പം വള വാങ്ങിച്ചെന്ന് അമ്മയും അച്ഛനൊക്കെ അറിയത്തില്ലേ, കാശ് എവിടെ നിന്ന് വിചാരിക്കില്ലേ, അവിടെ വേറെ വീട്ടിലൊക്കെ പോയതിനു ശേഷം നിനക്ക് വളയും കമ്മലും മാലയൊക്കെ വാങ്ങിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, വിക്രമിന്റെ അച്ഛൻ പറയുന്നുണ്ട്, മൂന്നാമതൊരാള് ആളിലായിരുന്നു ഒരു പ്രതീക്ഷ, പക്ഷെ അതാണെങ്കിൽ അങ്ങനെ ആയിപ്പോയെന്നൊക്കെ പറഞ്ഞു കേട്ടോ. വിക്രമിന്റെ കാര്യം പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ല അധ്യാപകന്റെ അവാർഡ് എനിക്ക് കിട്ടിയതാണ്. ആ സമയത്ത് നീ എന്താ പറഞ്ഞത്, ദൈവം നമുക്ക് അഭിമാനിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നതാണ് ഈ ഇളയ മോനെന്നല്ലേ പറഞ്ഞത്. ഇതാണോ ഇങ്ങനെയാണോ ഇപ്പൊ അവന്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് അറിയാലോ. ജയിലിൽ കിടന്നതിന്റെ ഇതിലായിരിക്കും ഇപ്പൊ റോഡിൽ വെച്ചിട്ടാണ് ഗുണ്ടായിസും അടിയും എന്നൊക്കെ പറയുക കേട്ടോ. അപ്പത്തേനും വിക്രമിന്റെ അമ്മ ആകെ വിഷമിച്ചിരിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഓട്ടോയിൽ വന്നിട്ട് ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുന്നത്, വിക്രമേട്ട അവിടെ ഉണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ടെന്ന് പറയുക വിക്രമിന്റെ അമ്മ. അപ്പൊ വിക്രമിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇവളെന്ത് ഭാവിച്ചിട്ടാ വിക്രമിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ വിക്രമിന്റെ അച്ഛൻ പറയുന്നുണ്ട്, പാതിരാത്രിക്ക് വന്ന് കയറുമ്പോ നീയല്ലേ കതവ് തുറന്ന് കൊടുക്കുന്നത്, അവന് ഇനി അങ്ങോട്ട് കയറ്റൊന്നും ചെയ്യല്ലെന്നൊക്കെ പറയുക. എന്ത് പറഞ്ഞാലും നീ ഒരു കരഞ്ഞ് കാണിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വിക്രമിന്റെ അമ്മ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, മാഷിന്റെ ഉള്ളിലെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കും കേട്ടോ അമ്മ ഇങ്ങനെ. അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ ഈ സീരിയൽ ഫസ്റ്റ് എപ്പിസോഡ്. അപ്പൊ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.